20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്. നീ വലിയ കള്ളിയാ. നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത്. അതെങ്ങനെയാ നിന്നെ ബീനയിലെ വളർത്തിയത്? ആ കാറ്റടിച്ച തന്നെ സ്വഭാവം ഇങ്ങനെ ആയില്ലെങ്കിലേ അതിശയുള്ളൂ. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നു? ഞാൻ എന്ത് ചെയ്തിട്ടാ? ദേ, ഇനി നീ പൊട്ടി കളിക്കല്ലേ മീര. വിദ്യ സൂരജും എല്ലാ കാര്യങ്ങളും നിന്നോട് വന്ന് പറഞ്ഞതല്ലേ? നീ എന്താ അത് ഞങ്ങളാരെ അറിയിക്കാത്തത്? ഇനി അമ്മായും കൂടി അത് ചോദിക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതും കൂടി പൂർത്തിയായി. ഞാൻ ആരെയും മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടില്ല അമ്മായി. അവരിത് എന്നോട് പറഞ്ഞപ്പോ തന്നെ ഞാൻ അവരെ തിരുത്താൻ ശ്രമിച്ചതാ. പക്ഷേ അവർ ഉറച്ച തീരുമാനത്തിലായിരുന്നു. അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനെല്ലാം നടക്കട്ടെ എന്ന് നീ അങ്ങ് തീരുമാനിച്ചോ? അങ്ങനെയല്ല അമ്മായി. എങ്ങനെയല്ല? എല്ലാരും എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളൊക്കെ ഒരിക്കലും ആർക്കും മേലെ ആവരുത്, നല്ലൊരു രീതിയിലാവരുത്. ഇതൊക്കെ ആയിരിക്കും പലരുടെയും മനസ്സിലിരിപ്പ്. നീ ഒന്നും അറിയാത്തവളെ പോലെ നടന്ന് വലിയ കമ്പനിയിൽ ജോലിക്ക് കയറി. അതിന്റെ മുതലാളിയെ തന്നെ കല്യാണം കഴിച്ച് കോടീശ്വരിയായി. ഇനി എന്റെ മോള് ആ ദരിദ്രവാസിയെ കല്യാണം കഴിച്ച് കഷ്ടപ്പെടുന്നത് കാണണം, അല്ലേ? എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് അമ്മായി കരുതുന്നുണ്ടോ? നിന്റെയൊക്കെ ഉള്ളിൽ എന്താണെന്ന് ആർക്കറിയാം? എനിക്കാരെയും വിശ്വാസമൊന്നുമില്ല. ഞാൻ നിന്റെ വീട്ടിൽ ചെന്ന് സൂരജനോട് ആവശ്യത്തിന് പറഞ്ഞിട്ടുണ്ട്. ഇതോടെ എല്ലാ ബന്ധവും അവസാനിപ്പിക്കാൻ നീ കൂടി പറഞ്ഞേക്കണം. ഇനിയത് നീനെ അവനും കൂടെ നടത്തുന്ന പ്ലാനിങ് ആണെങ്കിൽ എന്റെ തനി സ്വഭാവം ഞാൻ പുറത്തെടുക്കും. അമ്മായി, നമുക്ക് എല്ലാവർക്കും കൂടി സംസാരിച്ച് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാം. വെറുതെ ഇങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞ് തീരുമാനിക്കേണ്ട കാര്യമല്ല ഇത്. അമ്മായും ബീനാമ്മയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിന്റെ എല്ലാം കണക്ക് തീർക്കേണ്ടത് ഈ കാര്യത്തിലല്ല. ഇത് വിദ്യയുടെയും സൂരജിന്റെയും ജീവിതം. അത് നമ്മൾ കാരണം തകരരുത്. നീ പറഞ്ഞു വരുന്നത് അവരുടെ വിവാഹം നടത്തിക്കൊടുക്കാനല്ലേ? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ അതിന് സമ്മതിക്കില്ല. അതിനാരും വെയില് കൊള്ളുകയും വേണ്ട. ആർക്കും കുഴപ്പങ്ങളും സങ്കടങ്ങളും ഒന്നും ഇല്ലാത്ത രീതിയിൽ പ്രശ്നം അവസാനിക്കണം. അതേ എനിക്കുള്ളൂ. അല്ലാതെ മറ്റൊന്നും എന്റെ മനസ്സിലില്ല. അവിടെ ഇവിടെയും തൊടാതെ നീ പുണ്യാളത്തെ ആവാൻ നോക്കല്ലേ മീരെ. ഇവിടെ എന്റെ മോളുടെ ജീവിതം വെച്ച നീയൊക്കെ കളിക്കുന്നതെന്ന് ഓർക്കണം. അവളുടെ ഭാവിയെക്കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുള്ളതാ. അതൊന്നും തകരാൻ ഞാൻ സമ്മതിക്കില്ല. അതൊന്നും തകരില്ല. വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. നിനക്ക് പറ്റുമെങ്കിൽ സൂരജിനോടും വിദ്യയോടും സംസാരിച്ച് അവരെ ഈ ബന്ധത്തിൽ നിന്ന് അകറ്റ്. അല്ലാതെ ഒന്നും എനിക്ക് കേൾക്കണ്ട. ഓട്ടോ വെയിറ്റ് ചെയ്യുന്നു, ഞാൻ പോവാ. പോവാൻ ചേട്ടാ. ഹലോ. ഹലോ, ഞാൻ ബീനയാ. ആ, മനസ്സിലായി. പറഞ്ഞു ആന്റി. നിന്നെ രണ്ട് പറയാൻ തന്നെയാ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. നിന്റെ അമ്മ ഇന്ന് ഇവിടെ വന്ന് എന്റെ മോനെ പറ്റി കുറ്റം പറഞ്ഞിട്ട് പോയി. അത് ആന്റി, ഞങ്ങൾ ആരും അറിയാതെ അമ്മ അങ്ങോട്ടേക്ക് വന്നത്. വന്നത് എങ്ങനെയെങ്കിലും ആവട്ടെ, അതല്ലല്ലോ ഞാൻ പറഞ്ഞത്. ധന്യ ഇവിടെ വന്ന് പറഞ്ഞത് സൂരജ് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിയാലേ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്നാ. നിനക്ക് നല്ല ജീവിതം വേണമെങ്കിൽ നീയല്ലേ നിന്റെ വഴി നോക്കി പോകേണ്ടത്. അല്ലാതെ അവൾ എന്തിനാ ഇവിടെ വന്നിട്ട് സൂരജിനെ മര്യാദ പഠിപ്പിക്കാൻ നോക്കുന്നത്? അമ്മ പറയുന്നത് അമ്മയുടെ അഭിപ്രായങ്ങളല്ലേ ആന്റി? അതെ, പക്ഷേ ധന്യ പറയുന്നത് തെറ്റുകളെല്ലാം ചെയ്യുന്നത് സൂരജും നീ പരമ പരിശുദ്ധിയുമാണെന്നാണല്ലോ. നീ എന്റെ മോനെ വിളിക്കുന്നതും വശത്താക്കാൻ വേണ്ടി സംസാരിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ. എന്നിട്ടിപ്പോ എല്ലാ കുറ്റവും അവന്റെ മാത്രം ആവുന്നത് എങ്ങനെയാ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞില്ല, പക്ഷെ ധന്യ പറയുന്നുണ്ട്. അതുകൊണ്ട്
നീ ധന്യയെ പറഞ്ഞു മനസ്സിലാക്കണം. നീ ചെയ്ത കുറ്റത്തിന് ധന്യയുടെ വായിലെ ചീത്ത മുഴുവൻ എന്റെ മോൻ കേൾക്കുന്ന എന്തിനാ? അതേ രീതിയിൽ എനിക്ക് അവിടെ വന്ന് നിന്നെ പറയാൻ അറിയാഞ്ഞിട്ടല്ല. ഹരിയേട്ടൻ എന്നെ ഇവിടുന്ന് വിടുന്നില്ല. അത് മാത്രമല്ല, എന്റെ സംസ്കാരം അതിനെ സമ്മതിക്കുന്നുമില്ല. ആന്റി ടെൻഷൻ ആവണ്ട. സൂരജ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ ചെയ്യില്ലെന്ന് എനിക്കറിയാം. അവനെ എന്റെ മോനാ. അത് സൂരജിനോട് ഇഷ്ടം പറഞ്ഞതും ഈ ബന്ധത്തിലേക്ക് അടുപ്പിച്ചതും ഞാനാ. എങ്കിലത് നീ നിന്റെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിക്ക്. എന്നിട്ട് ഈ ബന്ധം അവസാനിപ്പിച്ച് മാറിക്കോ. അതല്ലേ നിനക്ക് നല്ലത്. അങ്ങനെ അല്ല ആന്റി. ഞങ്ങള് രണ്ടുപേരെയും അമ്മയും ആന്റി എന്താ മനസ്സിലാക്കാത്ത? നിന്നെയൊക്കെ ഞാൻ വളരെ നന്നായി മനസ്സിലാക്കിയതാ. അതുകൊണ്ടാ ഈ ബന്ധം വേണ്ടെന്ന് പറയുന്നത്. ആന്റി ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ട, ഇനി കൂടുതൽ ഒന്നും പറയണ്ട. ഇനി എന്റെ മോനെ എന്തെങ്കിലും പറയാൻ തന്നെ ഈ വഴിക്ക് വന്ന എന്റെ ശരിക്കുള്ള സ്വഭാവം എന്താന്ന് എല്ലാവരും അറിയും. അതൊന്ന് പറഞ്ഞേക്ക് നിന്റെ അമ്മയോട്. ആന്റി അച്ഛാ, ബീനാന്റി വിളിച്ചിരുന്നു. അമ്മ അവിടെ ചെന്ന് സൂരജിനെ അപമാനിക്കുന്ന രീതിയിൽ എന്തോ സംസാരിച്ചെന്നൊക്കെയാ പറഞ്ഞത്. എവിടെ പോണമെന്ന് പറഞ്ഞ് ധന്യ ഇറങ്ങിയപ്പോൾ ഞാൻ കൂടെ ചെല്ലാന്ന് പറഞ്ഞതാ. പക്ഷെ സമ്മതിച്ചില്ല. ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞു. ഹരിയുടെ വീട്ടിലേക്കാണല്ലേ ധന്യ പോയത്? അമ്മ വന്നു തോന്നുന്നച്ചാ. അവിടെ ചെന്ന് ധന്യ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ? ബീന എന്താ പറഞ്ഞ? വിശദമായിട്ടൊന്നും പറഞ്ഞില്ല. ധന്യ പറഞ്ഞെങ്കിൽ ബീന തിരിച്ചും പറഞ്ഞിട്ടുണ്ടാവും. ഹരി ഉണ്ടായിരുന്നോണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. ഹരിയുടെ വീട്ടിൽ പോയതാ അല്ലേ ധന്യ? ഓ, ഞാനിവിടെ എത്തുന്നതിന് മുൻപേ അവനെല്ലാം നിന്നെ വിളിച്ചറിയിച്ചല്ലേ? ബീനയാ വിളിച്ചത്. അവളെന്തിനാ ഇങ്ങോട്ട് വിളിച്ചേ? നിനക്ക് അങ്ങോട്ട് ചെന്ന് വഴക്കുണ്ടാക്കാമെങ്കില് ബീനയ്ക്ക് ഇങ്ങോട്ട് വിളിച്ചാലെന്താ? ഞാൻ ആരോടും വഴക്കുണ്ടാക്കാൻ പോയതല്ല. ആ സൂരജിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പോയതാ. ഇവൾക്കോ നമ്മുടെ വേദന മനസ്സിലാവില്ല. അവനോടെങ്കിലും പറഞ്ഞ എന്തെങ്കിലും തിരിച്ചറിവ് വന്ന് ഇവളെങ്കിലും രക്ഷപ്പെട്ടാലോ? മകളായി ജനിച്ചു പോയില്ലേ, പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് സൂരജ് എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. എല്ലാം കേട്ടോണ്ട് നിന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ബീന എന്തെങ്കിലും പറയാനോ കേൾക്കാനോ സമ്മതിക്കോ? ഹരി ഉണ്ടായിരുന്നതുകൊണ്ടാ. അല്ലെങ്കിൽ അവളെന്റെ വായിരിക്കുന്നത് കേട്ടനെ. അമ്മ സൂരജിനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചെന്ന് ആന്റി പറഞ്ഞത്. ഞാൻ സത്യം മാത്രമേ പറഞ്ഞുള്ളൂ. അതിലേ അവന് അപമാനം തോന്നിയെങ്കിൽ അതെന്റെ കുഴപ്പമല്ല. ഇതൊന്നും ശരിയല്ല അമ്മേ. സൂരജ് എന്ത് തെറ്റ് ചെയ്തിട്ടാ അമ്മ അവിടെ ചെന്ന് സംസാരിച്ചേ? വിദ്യ, അവന്റെ കാര്യം നീ സംസാരിക്കല്ലേ. നിന്നെ വശത്താക്കാൻ അവൻ എന്തൊക്കെ ചെയ്തു ഞാനെങ്ങനെ അറിയാനാ? സൂരജ് എന്നെ വശത്താക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. സൂരജിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതും എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞത് ഞാനാ. അതിൽ സൂരജ് എങ്ങനെ തെറ്റുകാരനാവുന്നേ? എന്റെ ഭഗവാനെ, അല്ല ഞാനിത് എന്തൊക്കെയാ കേൾക്കുന്നേ? തലയ്ക്ക് സ്ഥിരതയുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് അവന്റെ പിന്നാലേക്ക് നടക്കൂ? അങ്ങനെ നീ അവനോട് അടുപ്പം തോന്നി എന്തെങ്കിലും പറഞ്ഞതാണെങ്കിൽ ഇതിന്റെയൊക്കെ പിന്നിൽ വേറെ എന്തോ കാരണമുണ്ട്. എന്ത് കാരണം? നിന്നെ വശീകരിക്കാൻ അവൻ നിനക്ക് എന്തോ കൈവശം തന്നിട്ടുണ്ട്. അതാ നീ അവന്റെ പിന്നാലെ പോയത്. വെറുതെ അനാവശ്യം പറയാതമ്മേ. ഇത് കൈവിഷം കാൽവിഷം ഒന്നും അല്ല. എനിക്ക് സൂരജിനെ കുട്ടിക്കാലം തൊട്ടേ ഇഷ്ടമായിരുന്നു. അതിപ്പോഴാ ഞാൻ പറഞ്ഞേ. അത്രേ ഉള്ളൂ. മനോജൻ ഇതെല്ലാം കേൾക്കുന്നില്ലേ? നമ്മുടെ മുന്നിൽ നിന്നാ ഇവിടെല്ലാം വിളിച്ച് പറയുന്നേ. ഇവിടെ ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കറിയില്ല. നിങ്ങൾ രണ്ടുപേരും ആവശ്യമില്ലാത്ത കാര്യങ്ങളാ സംസാരിക്കുന്നത്. ഇതെല്ലാം കേട്ട് സഹിച്ച് എനിക്ക് എത്ര നേരം നിയന്ത്രിച്ച് നിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ആവശ്യത്തിൽ കൂടുതൽ ടെൻഷൻ വിദ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ധന്യ ഹരിയുടെ വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഹരിയുടെ വീട്ടിൽ പോയതാണോ ഇപ്പൊ മനോജന്റെ പ്രശ്നം? ഇവള് പറയുന്ന കേട്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നില്ലേ? അത് ഞാൻ എത്ര പ്രാവശ്യം കേട്ടതാ.
ഇനി സൂരജുമായിട്ട് അകന്നതെങ്ങനെ അടുത്തതെങ്ങനെ എന്നൊക്കെ അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ അവസ്ഥ മനസ്സിലാക്കാനോ വിവേകത്തോടെ ചിന്തിക്കാനോ ഒക്കെ കഴിയുന്നില്ലല്ലോ. നല്ല തല്ലുകൊടുത്ത് വളർത്താത്തതിന്റെ കുഴപ്പം. ആവശ്യത്തിലധികം സ്വാതന്ത്ര്യം കുട്ടികൾക്ക് കൊടുത്ത അവസാനം ഇവരൊക്കെ ഇങ്ങനെ ചെയ്യും. എന്നിട്ട് അത് ന്യായീകരിക്കാൻ 100 കാര്യങ്ങളും പറയും. അമ്മേ, ഞാൻ ന്യായീകരിക്കാനൊന്നും പറഞ്ഞതല്ല. അമ്മ എന്നെ എത്ര വേണമെങ്കിലും തല്ലുകയോ വഴക്ക് പറയുകയോ ചെയ്തോ. അല്ലാതെ സൂരജിന്റെ വീട്ടിലേക്ക് ചെന്ന് ബഹളം വയ്ക്കുന്നത് വളരെ മോശം. നീ ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്ക് അഭിമാനം തരുന്ന കാര്യങ്ങളാണല്ലോ അല്ലേ? മനുഷ്യരെ നാണം കെടുത്തിട്ട് അവളുടെ ഒരു ഗുണദോഷം പറച്ചില്. ഞങ്ങളുടെ വേദന ഇപ്പൊ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല വിദ്യേ. നീ ഈ അവസ്ഥയിലെത്തണം. നിന്റെ കുട്ടികൾ ഇതുപോലെ ഇതിനോട് പെരുമാറണം. അപ്പോഴേ നിനക്കിതൊക്കെ മനസ്സിലാവും. നെഞ്ചു പിടഞ്ഞ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. ഈ കുരുക്കിൽ നിന്ന് നിന്നെ രക്ഷിക്കാനാ ഞാൻ ഈ നെട്ടോട്ട് ഓടുന്നത്. അതൊന്നും നിനക്ക് മനസ്സിലാവില്ല. എന്നിട്ട് സംസാരിക്കാൻ വരുന്നു. എന്താ അച്ഛാ അമ്മ ഇങ്ങനെ? പിന്നെ അവൾ എങ്ങനെയാ പെരുമാറേണ്ടത്? വിദ്യ പറയൂ. ഞാനും ഇതേ മാനസികാവസ്ഥയിൽ കൂടെ തന്നെ കടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് കുറെയൊക്കെ മനസ്സിൽ ഒതുക്കാൻ കഴിയുന്നുണ്ട്. അത് നഷ്ടപ്പെട്ടാൽ വിദ്യക്കത് താങ്ങാൻ പറ്റില്ല. ഈ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടാതിരിക്കാനും കുടുംബം തകരാതിരിക്കാനുമാ ഞാനെല്ലാം സഹിക്കുന്നത്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും നീ മനസ്സിലാക്കണം. ഇരുപത് സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്. എന്തു പറ്റി മോളെ? ആന്റി, ആദർശേട്ടനെ ഞാൻ കുറെ സമയമായിട്ട് വിളിക്കുന്നു. പക്ഷെ ആദർശേട്ടൻ കോൾ എടുക്കുന്നില്ല. ആദർശ് തിരക്കിലായിരിക്കും മോളെ. അതാ അവൻ ഫോൺ എടുക്കാത്തത്. വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ ആദർശിനെ ഫോണിൽ കിട്ടാൻ വലിയ പ്രയാസമാ. ഫോൺ മിക്കവാറും സൈലന്റ് ആയിരിക്കും. നോട്ടിഫിക്കേഷൻ സൗണ്ട് കോൺസെൻട്രേഷൻ കളയുമെന്ന് അവൻ പറയുന്നത്. അത് സത്യവുമാ. അതുകൊണ്ട് ആദർശ് കോൾ എടുത്തില്ലെന്നോർത്ത് മീര ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അതല്ല ആന്റി, ഇതുവരെ ആദർശേട്ടൻ ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാതിരുന്നിട്ടില്ല. അതുകൊണ്ട് ഒരു ടെൻഷൻ. മീര വെറുതെ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ആദർശ് ഫ്രീ ആകുമ്പോ തിരിച്ചു നിന്നെ വിളിച്ചോളും. കമ്പനിയിലെ പ്രശ്നങ്ങളില് ആദർശേട്ടന് നല്ല ടെൻഷൻ ഉണ്ട്. ആദ്യം കൊട്ടേഷൻ കൊടുത്ത പ്രൊജക്ട് പോയതിന്റെ ടെൻഷൻ ആദർശേട്ടനുണ്ടായിരുന്നു. അതിന്റെ ഒപ്പം ബാംഗ്ലൂർ പ്രശ്നങ്ങളുണ്ടായത്. ആദ്യത്തെ പ്രോജക്റ്റിന് കൊട്ടേഷൻ കൊടുത്തത് കിട്ടിയില്ലെങ്കിലും അത് പുറത്താർക്കും അല്ലല്ലോ കിട്ടിയത്, നമുക്ക് തന്നെയല്ലേ. അഭിചേച്ചത് റേറ്റ് കുറച്ച് പിടിച്ചെന്നാ ആദർശേട്ടൻ പറഞ്ഞത്. ആ റേറ്റിന് അത് ചെയ്താൽ നഷ്ടം ഉണ്ടാവുമെന്നും പറഞ്ഞു. അതിപ്പോ ഇനി എന്തായാലും ചെയ്തല്ലേ പറ്റൂ. കമ്പനിയുടെ പേര് കളഞ്ഞ് ഒരു പ്രോജക്റ്റും ചെയ്യാൻ പറ്റില്ലല്ലോ. അഭി വാശിക്ക് പ്രോജക്റ്റ് പിടിച്ചതാവും. അതിപ്പോ എങ്ങനെയായാലും അതിന്റെ കാര്യങ്ങൾ അഭി നോക്കിക്കോളും. അവൾക്കിപ്പോ എല്ലാം ചെയ്യാൻ ഉത്സാഹവും തന്റെയും ഒക്കെയുണ്ട്. ആദ്യമൊക്കെ കുറച്ച് നഷ്ടം വന്നാലും അഭി പരാജയപ്പെടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അന്ന് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ കമ്പനിയുടെ കാര്യത്തിൽ എനിക്കൊരു ടെൻഷനുമില്ല, പക്ഷേ അഭിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നുവെന്ന്. ഇപ്പോ അഭിയുടെ രീതികൾ കാണുമ്പോ അതിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും കമ്പനികൾ നന്നായി വരണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമെന്ന് കരുതാൻറ്റി. മീരയുടെ മനസ്സിലെ ടെൻഷൻ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല അല്ലേ? അതിന് ആദർശേന്റെ വിളി വരുന്നവരെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും.
അതിപ്പം മാറാൻ ആദർശ് വേഗം വിളിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഇനി ആദർശ് വരുമ്പോ ഞാൻ ഈ കാര്യം പറയാം. ഫോൺ എടുക്കാതിരുന്ന് ഭാര്യ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല എന്ന് അവനും കൂടി ഒന്ന് മനസ്സിലാക്കണമല്ലോ. നാളെ രാവിലെ മോളൊന്ന് ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് വാ. അപ്പോഴേക്കും മനസ്സൊന്ന് ശരിയാവൂ. രാവിലെ ക്ഷേത്രത്തിൽ പോണോന്ന് കരുതി തന്നെയാ ഞാനും ഇരിക്കുന്നത്. മീര ഭഗവാനെ കണ്ടു പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് എനിക്കറിയാം. കാരണം ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്തിയാണ് മീര. മീര വിഷമിക്കുന്നത് ഭഗവാൻ എന്തായാലും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ തീർത്ത് ആദർശിനെ ഉടനെ തിരിച്ചു വരുത്താൻ ഭഗവാൻ പ്രേരിപ്പിച്ചോളൂ. ആദർശേട്ടൻ കമ്പനിയുടെ ആവശ്യമായിട്ട് പോയതല്ലേ ആന്റി. അതുകൊണ്ട് എല്ലാം മാറ്റിവെച്ച് പെട്ടെന്ന് തിരിച്ചു വരണമെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഒന്ന് കോൾ അറ്റൻഡ് ചെയ്ത് ആദർശേട്ടൻ ഓക്കെ ആണെന്ന് പറയണം. അത്രയൊക്കെ എനിക്കുള്ളൂ. അല്ലാതെ ഭർത്താവ് എപ്പോഴും തൊട്ടടുത്ത് തന്നെ ഉണ്ടാവണം, വേറൊന്നും ചെയ്യാൻ പാടില്ല എന്നൊന്നും ഞാൻ ആഗ്രഹിക്കില്ല. അങ്ങനെ ആയിരിക്കണം. ഭർത്താവിന് സ്വാതന്ത്ര്യം കൊടുക്കാതെയും അവരുടെ ഇമോഷൻസിന് വാല്യൂ കൊടുക്കാതെയും പെരുമാറാൻ പാടില്ല. അല്ല, മീര അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ലാന്ന് എനിക്കറിയാം. ആദർശ് വിളിച്ചോളൂ. മോള് ടെൻഷൻ ആകാതിരിക്കെ കേട്ടോ. വെറുതെ ആലോചിച്ചിരുന്ന് ഉറക്കം കളയണ്ട. മോൾ ഉറങ്ങിക്കോ. ശരി ആന്റി. വിദ്യ, നീ എങ്ങനെ എത്തിയത്? എന്തു പറഞ്ഞു പുറത്തിറങ്ങി? യൂണിവേഴ്സിറ്റിയിൽ പേപ്പേഴ്സ് കൊടുക്കാനുണ്ടായിരുന്നു, അതിനു വേണ്ടി വന്നതാ. അപ്പൊ നിന്നെ തനിച്ചു വിടാൻ തന്നെ സമ്മതിച്ചോ? ഏയ് ഇല്ല, അച്ഛനുണ്ടായിരുന്നു കൂടെ. പെട്ടെന്ന് സൈറ്റിൽ നിന്നൊരു കോള് വന്നു. അവിടേക്ക് അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു. അതുകൊണ്ട് എന്നോട് തനിയെ തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. ആ ഗ്യാപ്പ് വന്നതുകൊണ്ടാ ഞാൻ സൂരജിനെ വിളിച്ച് കാണണമെന്ന് പറഞ്ഞ്. തന്റെ കോൾ വന്നപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. സൂരജിനെ കാണാൻ എന്തെങ്കിലും ഒരു അവസരം തരണമെന്ന് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. ഭഗവാൻ എന്റെ പ്രാർത്ഥന കേട്ടു. വിദ്യയെ കാണണമെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു. ഈശ്വരൻ നമുക്കൊപ്പം ഉണ്ട്. അതല്ലേ ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നത്. സൂരജിന് എന്തോ ഒരു സന്തോഷമില്ലാത്തത്? എന്നെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്ന ഞാൻ കരുതിയത്. നിന്നെ കണ്ടത് സന്തോഷം തന്നെയാണ് വിദ്യ. പക്ഷേ പിന്നെന്തോ ഒരു പക്ഷേ. കുറച്ചു ദിവസം കാണാതിരുന്നപ്പോ എന്നോടുള്ള സ്നേഹമൊക്കെ ഇല്ലാതായോ? നിന്നോടുള്ള സ്നേഹം പോവാനോ? അതിന് ഞാൻ ഇല്ലാതാവണം? വേണ്ട, ഇങ്ങനൊന്നും പറയണ്ട. കാര്യം പറ. എന്തോ ഒരു വിഷമം പോലെ. എന്റെ വിഷമം നിന്നെക്കുറിച്ച് ഓർത്തിട്ടാ. എന്നെക്കുറിച്ച് ഓർത്തിട്ടോ? അതെ, എനിക്ക് വേണ്ടി താൻ എത്രമാത്രം സഹിച്ചു. ഞാൻ കാരണമല്ലേ വീട്ടുകാരുടെ മുന്നിൽ കുറ്റക്കാരിയെ പോലെ തനിക്ക് നിൽക്കേണ്ടി വന്നത്. ഓ, അതാണോ കാര്യം? ദേ സൂരജ്, നമുക്ക് കുറച്ച് സമയമുള്ളൂ. ആ സമയം വെറുതെ ഓരോന്ന് പറഞ്ഞ് നശിപ്പിക്കണോ? അങ്ങനെയല്ല. സത്യത്തിൽ നിന്നെ ആഗ്രഹിക്കാനുള്ള എന്ത് യോഗ്യത എനിക്കുള്ളത്? സ്വന്തമായൊരു ജോലിയോ വീടോ ഒന്നും എനിക്കില്ല. സത്യത്തിൽ ഹരിയച്ചൻ്റെയും മീരയുടെയും ഔദാര്യം കൊണ്ട് ജീവിക്കുന്നവരല്ലേ ഞാനും അമ്മയും. എന്തൊക്കെയായി പറയുന്നേ? എന്തിനിങ്ങനെ ഓരോന്ന് ചിന്തിക്കുന്നേ? സൂരജിനൊന്നുമില്ലെന്ന് ആരാ പറഞ്ഞേ? വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുത്. ഞാൻ പറയുന്നത് സത്യമാണ്. നാളെ വിദ്യയ്ക്ക് ചെയ്തു പോയത് അബദ്ധമായി പോയെന്ന് തോന്നാനിടവരരുത്. ഞാൻ സൂരജിനെ ആദ്യമായി കാണുന്നതാണോ? ചെറുപ്പം മുതലേ കണ്ടു അറിഞ്ഞുമാണ് ഞാൻ സ്നേഹിച്ചത്. സൂരജിന്റെ ഓരോ കാര്യങ്ങളും എനിക്കറിയാം. സൂരജിനെ പോലെ എന്നെ മറ്റാർക്കും സ്നേഹിക്കാൻ പറ്റില്ലെന്നും എനിക്കറിയാം. അത് ശരിയാ വിദ്യ. പക്ഷേ നാളെ ഒരിക്കൽ നീ എന്നെ തള്ളി പറഞ്ഞ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെയാണോ സൂരജ് എന്നെ കണ്ടിരിക്കുന്നത്? സത്യത്തിൽ ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. സൂരജ് എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ പറയരുത്. അതുകൊണ്ടല്ല വിദ്യ. നിന്റെ ഭാഗത്തു നിന്ന് എന്നെ തള്ളി പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. സൂരജ്, പ്ലീസ്, ഇനി ഇങ്ങനെ പറയരുത്. ഒരുമിച്ച് ജീവിക്കാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചവരാ നമ്മള്. അപ്പോ
പിന്നെ വരെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ആരൊക്കെ എതിർത്താലും നമ്മൾ ഒന്നിച്ച് തന്നെ ജീവിക്കും. എന്താ, എനിക്ക് തന്ന വാക്കിനൊന്നും ഒരു വിലയും ഇല്ലേ? അതോ മീനാൻറ്റി പറഞ്ഞപ്പോ എന്നെ വേണ്ടെന്ന് തോന്നുന്നുണ്ടോ? നിന്നെ വേണ്ടാന്ന് തോന്നാനോ? നീ എൻ്റെ ഭാഗ്യമാണ് വിദ്യ. നിന്നെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് സാധിക്കില്ല. ഈ ജന്മമല്ല, എത്ര ജന്മം ഉണ്ടായാലും അന്നൊക്കെ നീ എനിക്കൊപ്പം വേണം എന്നാ എൻ്റെ പ്രാർത്ഥന. പിന്നെന്തിനാ ഓരോന്ന് പറഞ്ഞ് എന്നെ വേദനിപ്പിച്ചത്? എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. നീ ഒന്ന് ക്ഷമിക്കേ. എങ്കിൽ നമ്മൾ ഒന്നാണെന്ന് മനസ്സിലുറപ്പിക്കുക. എന്റെ മനസ്സില് സൂരജിന്റെ സ്ഥാനത്ത് ഒരാൾക്ക് സ്ഥാനം ഉണ്ടാവില്ല. അതുപോലെ ആവണം സൂരജിനും. സോറി, വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുപോയി. ചുറ്റും നിന്ന് ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാരണം നീ വിഷമിക്കുമോ എന്ന് എനിക്ക് തോന്നി. അല്ലാതെ നിന്നോടൊരു തരി പോലും സ്നേഹം കുറഞ്ഞിട്ടോ ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ടോ ഒന്നുമല്ല. എനിക്കറിയാം സൂരജ്, എന്ത് വന്നാലും നമ്മൾ ഒന്നിച്ച് ജീവിക്കും. ആ, ഇനി അധികം നേരം നിന്നാൽ ശരിയാവില്ല. താമസിച്ച അമ്മയ്ക്ക് സംശയമാവും. അതുകൊണ്ട് ഞാൻ പോട്ടെ. ഞാൻ കൊണ്ടുവിടണോ? വേണ്ട, ആരെങ്കിലും കണ്ട വലിയ പ്രശ്നമാവും. ഞാൻ പൊക്കോളാം. ശരി, വിളിക്കണേ. ശരി. ഇരുപത് സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്.